CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. പലയിടത്തും കൂട്ടരാജിയും ചിലയിടത്ത് ബഹിഷ്കരണവുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മൊറാഴയിൽ അവിടെയാണ് ബഹിഷ്കരണം നടന്നത്. അതുപോലെ ആലപ്പുഴയിൽ 105 പേരാണ് കൂട്ടരാജിവെച്ച് CPMൽ നിന്ന് ഒഴിഞ്ഞു പോയത്. അപ്പോൾ സമ്മേളനകാലം പാർട്ടിക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു പുനർജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നവീകരണത്തിൻ്റെ കാലമൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. എന്നാൽ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഈ സമ്മേളനങ്ങൾ കൂട്ടരാജിയിലും ബഹിഷ്കരണത്തിലുമൊക്കെ കലാശിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അണികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം മുൻനിർത്തിയെങ്കിലും ചില മാറ്റങ്ങൾ അണികളും അതുപോലെ തന്നെ നേതാക്കളും വരുത്തണം. ഒന്ന്, പണക്കൊതി പാടില്ല. റിയൽ എസ്റ്റേറ്റ്, മണൽ കടത്ത് അങ്ങനെയുള്ള തുടങ്ങിയ സംഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചൊൽപ്പടിക്ക് പോയി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തും കൈക്കൂലി വാങ്ങി അതിൻ്റെ ഷെയർ പറ്റിയും കമ്മീഷൻ അടിച്ചും പരിപാടികൾ സംഘടിപ്പിച്ചും അതിന് കൊടുക്കുന്ന വേതനത്തിൽ കൃത്രിമത്വം കാണിച്ചുമൊക്കെ പൈസ ഉണ്ടാക്കുന്ന പണക്കൊതിയന്മാർ പാർട്ടിക്കകത്തുണ്ട്. അത് പാടില്ല, അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ, കുടുംബങ്ങളിൽ മോശമായി പെരുമാറുന്നവർ, അതൊന്നും പാടില്ല. പാർട്ടി അണികൾക്ക് പാടുള്ളതല്ല. ജനാധിപത്യപരമായ രീതിയിൽ വേണം സ്ത്രീകളോട് ഇടപെടാൻ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നത് ഞങ്ങളുടെ വീഴ്ചയല്ല, CPMൻ്റെ വീഴ്ചയല്ല. CPMന് 16,000 വോട്ട് അവിടെ കൂടുതൽ കിട്ടി. വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സുകാർക്കാണ്, 86,000 വോട്ട്. അതുകൊണ്ട് തന്നെ എങ്കിലും BJP അക്കൗണ്ട് തുറന്നതിന് പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒക്കെ CPM വോട്ടുകളും കുറേയൊക്കെ BJPക്ക് പോകുന്നുണ്ട്. അതിനെ ചെറുക്കാൻ ഇങ്ങനെയുള്ള പ്രവർത്തനം പോരാ. ജനങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല, ജനങ്ങൾക്കൊപ്പമായിരിക്കണം. എങ്ങനെയൊക്കെ വിവാഹം, മരണം, ജനനം, ഇങ്ങനെയുള്ള നൂലുകെട്ട്, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ CPMൻ്റെ പ്രാധാന്യമുണ്ടാണ്. CPMകാർ അവിടെ പോകണം, ആ വീടുകളിൽ പോകണം. അല്ലാതെ കക്ഷത്ത് കല്ലും കയറ്റി വെച്ച് മസിലും പിടിച്ച് ഞാൻ CPMകാരനാണ്, ഭരണത്തിൽ സ്വാധീനമുള്ളവനാണ് എന്ന് പോയാൽ ഇതൊന്നും നടക്കില്ല. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 8 നിരയിൽ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ. പാർട്ടി അംഗമെന്ന നിലയിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തും ഉപരിപ്ലവമായ കാര്യങ്ങൾ ചെയ്തും തള്ളിമറിച്ച് നടക്കുകയല്ല വേണ്ടത്. പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുക, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുക, അതാണ് വേണ്ടത്. പിന്നെ ഒപ്പം ചേർന്ന കുറേ ആളുകളുണ്ടല്ലോ, കുറേ പുതിയ ആളുകളെ പാർട്ടി ഒപ്പം ചേർത്തിട്ടുണ്ട്. അവരൊക്കെ ശരിയാണോ, നിജമാണോ എന്ന് അന്വേഷിക്കണം. അതൊക്കെ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു PV അൻവർ, KT ജലീൽ തുടങ്ങിയ കുറേ ആളുകളെ സ്വതന്ത്രരായൊക്കെ മത്സരിപ്പിച്ചല്ലോ. CPMൻ്റെ വോട്ട് കൊണ്ടുകൂടിയാണ് ഇവർ, മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല CPMൻ്റെ വോട്ട് കൂടി കിട്ടിയത് കൊണ്ടാണ് അവർ ജയിച്ചത്. അപ്പോൾ അങ്ങനെ ജയിച്ചു വന്നവർ ഇപ്പോൾ പാർട്ടിക്ക് തലവേദനയാണ്. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ്. അവരൊക്കെ ഇങ്ങനെ ചൂണ്ടുകയാണ് പാർട്ടിക്ക് നേരെ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ് ഈ പുതുതായി ചേർന്ന കക്ഷികൾ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എടുക്കുമ്പോൾ ഒപ്പം ചേർക്കുന്നവർ നല്ലവരാണോ എന്നൊന്ന് ചികഞ്ഞു നോക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ മറ്റ് നവമാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, Facebook, അതിലൊക്കെ ഇടപെടുമ്പോൾ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുകയല്ല വേണ്ടത്, പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. പാർട്ടി എന്താണോ പറയുന്നത് അത് എത്തിക്കണം. പ്രത്യേകിച്ച് കുടുംബ ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവിടെയൊക്കെ പ്രാധാന്യം വേണം. കുടുംബ ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ വർഗീയ പ്രചരണമൊക്കെ നടക്കാം. അവിടെ ചിലപ്പോൾ പറയും രാഷ്ട്രീയം പാടില്ല എന്ന് പറയും. ഈ ഗ്രൂപ്പിൽ രാഷ്ട്രീയം പാടില്ല. അവിടെ നിങ്ങൾ പറയേണ്ടത് സർക്കാരിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ച് പറയണം. പിന്നെ ഫാമിലി ഗ്രൂപ്പുകളിൽ പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ അജണ്ടയും ഒക്കെ ക്രമേണ ഇഞ്ചക്ട് ചെയ്യണം, പ്രചരിപ്പിക്കണം. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ. അല്ലാതെ റെഡ് ആർമിയൊക്കെ ചെയ്യുന്നത് പോലെ എടുത്തടിച്ച് കളയും, മറച്ചു വെച്ച് കളയും എന്ന് പറഞ്ഞ് നീങ്ങളല്ല വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു തിരുത്തലാണ് CPM സെക്രട്ടേറിയറ്റ് വിഷയരേഖയ്ക്കൊപ്പം അണികൾക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തെ ബഹുമാനിക്കണം. വിശ്വാസത്തിന് എതിരല്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. വിശ്വാസത്തെ ബഹുമാനിക്കണം. കാരണം തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ ഇവിടെ പോയി, BJPക്ക് പോയി. അതുപോലെ തന്നെ BJP ഇങ്ങനെ ശക്തി ആർജിക്കുന്നത് മതത്തിൻ്റെ ബേസിൽ നിന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തെ തള്ളിക്കളയാൻ പറ്റില്ല. വിശ്വാസത്തെ ബഹുമാനിക്കണമെന്ന വലിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് നയമാറ്റമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം പാടില്ല, മതം പാടില്ല എന്നൊക്കെയാണ് പൊതുവെ ഇങ്ങനെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വരുന്നത്. ആ സമയത്താണ് വിശ്വാസത്തെ ബഹുമാനിക്കാൻ ഓരോ അണികളും നിർബന്ധിതരാകണം. അവർ വിശ്വാസ സഭകളുടെയും അതുപോലെ തന്നെ അമ്പലങ്ങളുടെയൊക്കെ കമ്മിറ്റികളിലൊക്കെ ഉൾപ്പെടണം, PTA കമ്മിറ്റികളിൽ ഉൾപ്പെടണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ കഴിയുകയുള്ളൂ. ജനങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. ജനങ്ങളിൽ നിന്ന് അകന്നു പോയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റ കനത്ത തിരിച്ചടിക്ക് കാരണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ആ വിലയിരുത്തലിൽ നിന്നുള്ള വിഷയരേഖയാണ്
ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടക്കം സമ്മേളന പ്രതിനിധികൾക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നവർക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ ക്ലാസ് എടുക്കും. ഈ പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾ പ്രസംഗിച്ചതാണല്ലോ കഴിഞ്ഞ 5 വർഷവും. ഇതുപോലെ ഈ സമ്മേളനങ്ങളിൽ പ്രസംഗിച്ച ആ പ്രസംഗം ഉൾക്കൊണ്ടും പഠിപ്പിക്കുന്നത് കേട്ടും പഠിച്ചവരാണല്ലോ. കഴിഞ്ഞ സമ്മേളനങ്ങളിലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോഴാ വരുന്നു. ഈ പഠിച്ചതും പഠിപ്പിച്ചതും അല്ല നടന്നത് എന്താണ്? 8 നിലയിലുള്ള പൊട്ടൽ, പിന്നെ ജനങ്ങളിൽ നിന്ന് അകന്നുപോകൽ, പണക്കൊതി, ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഈ പഠിപ്പിക്കാൻ പോകുന്നവർക്ക് ട്രെയിനിങ് ഉണ്ട്, പ്രസംഗിക്കാൻ പോകുന്നവർക്ക് ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ചിൽ പോകുന്ന ലോക്കൽ കമ്മിറ്റിക്കാർക്ക്, അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് വരുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഏരിയ കമ്മിറ്റിയിൽ വരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ, അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, അവർക്കൊക്കെ ക്ലാസ് കൊടുക്കും. എന്നിട്ട് ഈ രീതിയിൽ വേണം പഠിപ്പിക്കാൻ എന്നാണ് വിജയരാഘവനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാക്കുപിഴ ആർക്കും വരാതിരുന്നാൽ കൊള്ളാം. CPM-ന്റെ തിരുത്തൽ നടപടികൾ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. എങ്കിലും അൻവറിനെ തള്ളി ശശിയെ നെഞ്ചോട് ചേർത്തത് ആളുകളെ ശശിയാക്കുന്നത് പോലെ തന്നെയായിരുന്നു.